ടൊയോട്ടയുടെ ലാൻഡ് ക്രൂസർ യുദ്ധത്തിനായി രഹസ്യമായി നിർമ്മിച്ച വാഹനമാണെന്ന് പറഞ്ഞാൽ എത്ര പേർക്കറിയാം? ലാൻഡ് ക്രൂസർ എന്നത് ഇന്ന് ലോകമെമ്പാടും പ്രശസ്തമായ ഒരു SUV വാഹനമാണ്. എന്നാൽ ഇതിന്റെ ആരംഭം യുദ്ധത്തിനായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ജപ്പാൻ അമേരിക്കൻ ജീപ്പായ വൈലി എംബിയെ മാതൃകയാക്കി ഒരു വാഹനം ഉണ്ടാക്കാനാണ് ശ്രമിച്ചത്. 1941 അമേരിക്കൻ സൈന്യം ഫിലിപ്പീൻസിൽ ഉപേക്ഷിച്ച ഒരു വൈലി ജീപ്പ് ജപ്പാൻ സൈന്യത്തിന് ലഭിച്ചു. അതിന്റെ രൂപരേഖയും സാങ്കേതിക വിദ്യയും പഠിച്ച് അവർ അതിന് സമാനമായ ഒരു വാഹനം രൂപകൽപ്പന ചെയ്തു. ടൊയോട്ടയ്ക്ക് സർക്കാർ നിർമ്മിച്ച ഒരു ഉത്തരവാണ് ഈ വാഹനം നിർമ്മിക്കാൻ പ്രേരണയായത്. തുടക്കത്തിൽ AK-10 എന്ന കോഡിലായിരുന്നു ഇവ നിർമ്മിക്കപ്പെട്ടത്. പിന്നീട് 1951 ടൊയോട്ട BJ മോഡൽ അവതരിപ്പിച്ചു. ഏറെ ശക്തിയുള്ള എഞ്ചിനും മികച്ച ക്ലൈംബിംഗ് ശേഷിയും ഉണ്ടായ ഇതിന് തുടർച്ചയായ ഭേദഗതികളും പുരോഗതികളും ഉണ്ടാക്കി. പിന്നീട് 1954 ഈ വാഹനം ലാൻഡ് ക്രൂസർ എന്ന പേരിൽ പുതിയൊരു രൂപത്തിൽ ലോഞ്ച് ചെയ്തു. ലാൻഡ് ക്രൂസർ പിന്നീട് ആഫ്രിക്ക, മിഡിൽ ഈസ്റ്റ്, ഓസ്ട്രേലിയ തുടങ്ങിയ കഠിനമായ ഭൂപ്രദേശത്തിലെ സൈന്യങ്ങൾക്കും ഗവേഷകർക്കും രക്ഷാപ്രവർത്തകർക്കും ഏറ്റവും വിശ്വാസമുള്ള വാഹനമായി മാറി. ഇന്നും ലോകമെമ്പാടും ഒരുപാട് ആരാധകരുള്ള ഒരു വാഹനമാണ് ലാൻഡ് ക്രൂസർ. നിങ്ങൾക്ക് ലാൻഡ് ക്രൂസറിലെ ഏറ്റവും ഇഷ്ടമുള്ള വാഹനം ഏതാണെന്ന് കമന്റ് ചെയ്യും. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാനും മറക്കല്ല്.